നാലുകെട്ടിലെ നായകനായ അപ്പുണ്ണി തന്റെ അച്ഛനെ ചതിച്ചുകൊന്ന സെയ്താലിക്കുട്ടിയെ ആദ്യമായി കാണുന്നത് കൂടല്ലൂരിലെ യൂസഫിന്റെ പീടികയിൽ വെച്ചാണ്. അന്ന് യൂസഫിന്റേതായിരുന്നു കൂടല്ലൂരിലെ വലിയ കട, പെട്രോമാക്സ് ഉള്ള ഏക കട. നാലുകെട്ടിൽ പറയുന്ന യൂസഫിന്റെ കട എനിക്ക് പുറകിൽ കാണുന്ന കെട്ടിടത്തിലായിരുന്നു. പിന്നീടാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. യൂസഫ് MTയുടെ അടുത്ത സുഹൃത്തായിരുന്നു. നാട്ടിലെത്തുമ്പോഴെല്ലാം MT യൂസഫിനെ കാണാനെത്തും. യൂസഫ് 1 വർഷം മുമ്പ് ഓർമ്മയായി. യൂസഫിന്റെ കട ഇപ്പോൾ റംല സ്റ്റോറാണ്. പിതൃതുല്യനാണ് യൂസഫിന്റെ മക്കൾക്ക് MT. ഓർമ്മ വെച്ച സമയത്തേക്ക് പുള്ളി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് തെക്കേപ്പാട്ട വാസു എന്ന് ഇപ്പം അങ്ങനെ പറയും. അപ്പോൾ വളരെ അടുത്ത സുഹൃത്ത് ബന്ധമായിരുന്നു അവർ. അപ്പോൾ പുള്ളി അന്ന് എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കും. പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആവുന്നതിന് മുമ്പ് അന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ നാട്ടിലെ നമ്മളിങ്ങനെ ചെറിയ കുട്ടികളിങ്ങനെ കോൾമേർക്കുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ ഓരോ കാര്യങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു അഡ്രസ്സായിരുന്നു അദ്ദേഹം. പ്രളയകാലത്ത് കൈക്കുഞ്ഞുമായി MTയുടെ വീട്ടിലേക്ക് അഭയം തേടിയെത്തിയ ആമിനയും ഇന്ന് ഓർമ്മയാണ്. ആ കുഞ്ഞ് ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയെങ്കിലും ഉമ്മ പറഞ്ഞുകൊടുത്ത അതിജീവന കഥ മറന്നിട്ടില്ല. MTയോടും അത്രയേറെ ഇഷ്ടം. ഉമ്മ പറഞ്ഞത് എനിക്കറിയാം. പെറ്റ 7-ൻ്റെ അന്നാണ്. പെറ്റ 7-നാണ് ഇവിടെ കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ട് എന്നെ എടുത്തിട്ട് തോളിലിട്ടിട്ട് ഇവിടെ വാപ്പോടുണ്ടായിരുന്നില്ല, മീൻ പിടിക്കാൻ എവിടെയൊക്കെ പോയിരുന്നു. അപ്പോഴേക്കിന് കാറ്റും മഴയും ഇതും ഒക്കെ കൂടി വന്ന് പേരാട വീഴാൻ പോയി, കണ്ടിക്കല്ല് വീണു. അവിടുന്ന് അപ്പോൾ അമ്മ ഒരു എന്നെ എടുത്ത് തോളിൽ ഉമ്മർത്ത് വന്നു. വാപ്പ വന്നു. പിന്നെ അവിടുന്ന് ഉമ്മാനെ എന്നെ എടുത്ത് ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വാപ്പാടെ ഉമ്മയുണ്ടായിരുന്നു കയ്യിൽ. അതിനെ വാപ്പാടെ ഉമ്മ ഒരു നിസ്കാരപ്പായ എടുത്ത് എന്നെ തോളിലിട്ട് ഉമ്മയും പിടിച്ച് പാടത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ മരങ്ങളൊക്കെ വീണിട്ട് വല്ല ബുദ്ധിമുട്ടിയിൽ ഒരു യാതിയിൽ ഇറങ്ങി പാടത്ത് കൂടെ അങ്ങനെ പോയി അടുത്ത തെക്കേപ്പാട്ട് MTയുടെ വീട്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞ് അപ്പോഴേക്കിന് കാറ്റിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഉമ്മയുടെ വാപ്പാടെ ഉമ്മ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അത് ശ്രദ്ധിക്കാതെ എന്നെ തോളിലിട്ടിട്ട് തുണിയിലിട്ടിട്ട് തെക്കേപ്പാട്ട് പഠിക്കൽക്കാണ്ട് കയറ്റിയിട്ട് പറഞ്ഞു. വാപ്പ പറഞ്ഞു തരേ ജി ഞാൻ കയറിപ്പോയിക്കോ, ഞാൻ ഉമ്മാനെ തെരഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ പറഞ്ഞ ഒരു കഥയാണ്. പിന്നെ അവിടെ അങ്ങനെ 3 മാസത്തോളം അവിടെ താമസിച്ചിരിക്കും. നാലുകെട്ടിലെ സെയ്താലിക്കുട്ടിയുടെ പേരക്കുട്ടികളും കൂടല്ലൂർ അങ്ങാടിയിലുണ്ട്. റേഷൻ കട നടത്തുന്ന ലുക്മാനും MT പ്രിയപ്പെട്ടവനാണ്. നാലുകെട്ടിലത്തെ ഒരു സെയ്താലിക്കുട്ടി ഉണ്ടല്ലോ, അതിൻ്റെ മകൻ്റെ മകനാണ് ഞാൻ. സെയ്താലിക്കുട്ടി കുഴപ്പമൊന്നുമില്ല, നല്ല വ്യക്തിയാണ്. നല്ല പ്രത്യേകിച്ച് ഇതൊന്നുമില്ലാത്ത നല്ല നാടിന് വേണ്ടിയിട്ട് നല്ല ഇതുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സെയ്താലിക്കുട്ടിനായിട്ട് നല്ല അടുപ്പുള്ള തന്നെയാണ്. കൂടല്ലൂരിൽ ഇനിയുമുണ്ട് മൺമറഞ്ഞ കഥാപാത്രങ്ങൾ. ഇപ്പോൾ കഥാകാരനും ഓർമ്മയായി. എന്നിരുന്നാലും കഥാപാത്രങ്ങളുടെയും കഥാകാരന്റെയും ജീവിതം തേടി ആളുകൾ കൂടല്ലൂരിലേക്ക് ഇനിയും എത്തും. ക്യാമറാമാൻ രമേശ് രാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.